അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങളുടെ അടുക്കള വിശേഷങ്ങൾ തന്നെയാണ്. എപ്പോഴും ഞങ്ങൾ അടുക്കള വിശേഷങ്ങളാണല്ലോ കൂടുതലിടാറ്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ. അപ്പം ഞാൻ അതാ കുക്കർ പരിപ്പടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ചൊഴുകുമ്പോഴത്തേക്കും അതങ്ങനെ ഒഴുകി പോവാതിരിക്കാൻ ഞാനൊരു ടിഷ്യൂ പേപ്പർ വട്ടമിട്ട് വെച്ചായിരുന്നു കേട്ടോ. അത് പക്ഷേ ഞാനത് കുറച്ച് കഴിഞ്ഞ് എടുത്തതുകൊണ്ട് ഒട്ടിപ്പിടിച്ചത്. നമ്മൾ അപ്പം തന്നെ പൊക്കി എടുക്കുകയാണെങ്കിൽ ആ വെള്ളമൊന്നും ഒട്ടും ആവില്ല അവിടെ. ഇതങ്ങനെ പരിപ്പായതുകൊണ്ട് അവിടെ ഒട്ടിപ്പിടിച്ച്. അപ്പം ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്നും പരീക്ഷിച്ച് നോക്കുക, എങ്ങനെയുണ്ടെന്നറിയാം. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് തോന്നി കേട്ടോ. അപ്പോൾ രാവിലെ അവിയൽ ഒക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ ഇങ്ങനെയാണ് സാമ്പാറിനകത്ത് വെണ്ടയ്ക്കയും തക്കാളി വേവിച്ചാണ് ഇടുന്നത്. സെപ്പറേറ്റ് വേവിച്ച് ഒന്ന് വഴറ്റിയിടും, എണ്ണക്കകത്ത് വഴറ്റി അതിൻ്റെ അകത്തോട്ട് ഇടും. പിന്നെ മുട്ടക്കറി അപ്പമൊക്കെ ഇടുന്ന ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എന്താ രാവിലെ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്ക് 8 മണിയാകുമ്പോൾ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ധൃതി ജോലിയാണ് അടുക്കളയിൽ. അല്ലെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉണ്ടാക്കണം. ഇന്നായിരുന്നു സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അവിയലൊക്കെ റെഡിയായി, സാമ്പാറും റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പം ഉണ്ടാക്കണം. അപ്പോൾ അപ്പമൊക്കെ ഓരോരുത്തർക്ക് ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടി എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഓരോരുത്തർ ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കിയാണെങ്കിൽ ചൂടോടുത്തിന്. അപ്പോൾ അത് 5 ആദ്യം വന്നത്. അപ്പോൾ 5-5ൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. ഞാൻ എടുത്ത് വെക്കാറ പതിവ്. അപ്പോൾ വേറെ ജോലിയിലോട്ട് പോയതുകൊണ്ട് 5 എടുത്ത് 5ൻ്റെ കറികളൊക്കെ. പിന്നെ അത് അപ്പോൾ എടുത്തുകൊണ്ട് പോകണേന്, കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകണേന്. പെട്ടെന്ന് കഴിച്ചിട്ട് വേണം ഓടാൻ വേണ്ടി ധൃതിയിലാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇച്ചക്കൂടെ എഴുന്നേറ്റ് വന്നിട്ട് ഇച്ചക്കൊണ്ട് ടോയ്സ് മുഴുവൻ നിരത്തി വെച്ചേക്കാണ്. ഒത്തിരി കുഞ്ഞു കാറുണ്ട്, അതൊക്കെ നിരത്തി ഇങ്ങനെ വെച്ചേക്കാണ്. അതൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞാലും ഞാനിങ്ങനെ എല്ലാം എൻ്റെ വീഡിയോയിൽ എൻ്റെ കാറ് കാണിക്കണേന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് പിള്ളേരൊക്കെ പോയി. ഞാനത് പുട്ടുണ്ടാക്കി, ഗോതമ്പുട്ട്. അപ്പം ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് അടുത്ത ജോലിയുണ്ട്. ഇവിടെ ഉച്ചക്കത്തെ ജോലികളൊക്കെ ഉണ്ട്. എനിക്കിനി തുണിയൊക്കെ കഴുകണം. അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞു വന്ന് പുട്ട് കഴിക്കാമെന്ന് ഓർത്ത് ചിക്കൻ മേടിച്ചിട്ട് വന്നാണ്ട് ഇനി ഉച്ചക്കത്തേക്ക് സാമ്പാറും അവിയലൊക്കെ തന്നെ. പിന്നെ രാത്രിയിലത്തേക്കുള്ള പരിപാടിയാണിത്. അതൊക്കെ ഇനി അവർ